ചേട്ടാ, കേരളത്തിൽ നടന്നിരിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ നിര പരിശോധിച്ചാൽ അതിൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കോളിളക്കം ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ആലുവ കൂട്ടക്കൊല. ആലുവ നഗരത്തിൻ്റെ ഒത്ത മധ്യത്തിലെ വീട്ടിൽ ഒരു കുടുംബത്തിലെ 6 പേർ പട്ടാപ്പകൽ മരിച്ചു കിടക്കുന്നു. ആ ഒരു കൊലപാതകമൊക്കെ ചെയ്ത ഒരാളാണ് ആൻ്റണി. ആൻ്റണി അഥവാ ബ്ലാക്ക് ബെൽറ്റ് ആൻ്റപ്പൻ. ഇയാൾ പിന്നീട് പിടിയിലാകുന്നു. ഏകദേശം 25 വർഷം ആ ഒരു സംഭവം നടന്നിട്ട് പിന്നിടുന്നു. 2026 ജനുവരി 6 ആയപ്പോൾ 25 വർഷം പിന്നിട്ടു. ഈ കേസിലെ പ്രതി ജയിൽ മോചിതനായി കഴിഞ്ഞു. അപ്പോൾ കേസിൽ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് രാക്ഷസ രാജാവ് സിനിമയ്ക്കകത്തൊക്കെ ഈ ഒരു കുറ്റകൃത്യത്തിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടാണ് ആ ഒരു സീനൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു സംഭവത്തിൻ്റെ ദുരൂഹതകളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. കാൽ നൂറ്റാണ്ട് ഉം. കേരളം ആ കാലഘട്ടത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കൂട്ടക്കൊലയാണ് ഈ മാഞ്ഞൂരാൻ തറവാട്ടിൽ സംഭവിച്ച മാഞ്ഞൂരാനും അതായത് അഗസ്റ്റിൻ മാഞ്ഞൂരാനും കുടുംബത്തിനും സംഭവിച്ച ദുരന്തം. 6 പേരെയാണ് ഒറ്റ രാത്രി കൊണ്ട് കൊലയാളി വെട്ടിയും കോടാലി കൊണ്ട് തലക്കടിച്ചുമൊക്കെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. ആ വലിയ ബംഗ്ലാവിൻ്റെ ഹാള് മുഴുവൻ രക്തമായിരുന്നു എന്ന് അന്നത്തെ മാധ്യമപ്രവർത്തകർ, അതായത് അന്ന് ആ കാഴ്ച കണ്ട മാധ്യമപ്രവർത്തകർ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, പലവട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ കേസ് അന്വേഷിച്ച എബ്രഹാം ചെറിയാൻ അടക്കമുള്ളവരൊക്കെ തന്നെ പിന്നീടുള്ള കാലത്ത് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് ഉള്ളവരാണ്, DSP എബ്രഹാം ചെറിയാൻ അടക്കമുള്ളവർ. അപ്പോൾ ഈ സംഭവം നടക്കുന്നത് ജാനുവരി 6. 2 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടാവുക ജാനുവരി 5-ലായിരിക്കാം. കാരണം ജാനുവരി 5-നാണ് ഈ പറയുന്ന കുടുംബത്തിലെ 4 അംഗങ്ങൾ പുറത്തു പോകുന്നത്, സിനിമയ്ക്ക് പോകുന്നത്. അഗസ്റ്റിൻ മാഞ്ഞൂരാൻ, ഭാര്യ ബേബി, മകൻ ജസ്മോൻ, മകൾ ദിവ്യ, ഇത്രയും പേരാണ് പുറത്തു പോയിരുന്നത്. പിന്നീട് ഈ വലിയ വീട്ടിലുണ്ടായിരുന്നത് ക്ലാര, അതായത് അഗസ്റ്റിൻ മാഞ്ഞൂരാൻ്റെ അമ്മ, അതുപോലെ തന്നെ അഗസ്റ്റിൻ മാഞ്ഞൂരാൻ്റെ സഹോദരിയായിട്ടുള്ള കൊച്ചുറാണി, 2 പേർ ഉണ്ട്. ഇവർ പുറത്തുപോയി സമയത്താണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. സോ ആ കൊലപാതകത്തിൻ്റെ സമയം ജാനുവരി 5-ആണ്. ഇവർ തിരിച്ചു വരുന്നത് രാത്രി 12 മണിക്കാണ്. സെക്കൻഡ് ഷോ കണ്ടിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അന്നിറങ്ങിയ ഒരു ചിത്രത്തിൻ്റെ അന്നത്തെ ഹിറ്റായിട്ടുള്ളൊരു ചിത്രം കാണാൻ വേണ്ടിയാണ് ഈ കുടുംബം അന്ന് പുറത്തു പോയത്. 12 മണിക്ക് ശേഷം സംഭവിച്ചുകൊണ്ടുകൊണ്ട് ജാനുവരി 6 ഈ മൊത്തം കൊലപാതകത്തെ കേസിൽ കണക്കാക്കാൻ പറ്റും. ഈ സംഭവം അങ്ങനെ രാത്രിയിൽ ഉണ്ടാകുന്നു. ഇതാദ്യം പോലീസിൻ്റെ കഥ ഞാൻ പറയാം. പോലീസിൻ്റെ ഇപ്പോൾ പലർക്കും അറിയാവുന്ന, എന്താ പറയുക, പെട്ടെന്ന് പറഞ്ഞു പോകുന്നതായിരിക്കും നല്ലത്. എല്ലാവർക്കും ഈ കൊലപാതകത്തിൻ്റെ പശ്ചാത്തലം അറിയാൻ പറ്റും. അതായത് ജാനുവരി 5 രാത്രിയിൽ ഇയാളുടെ ബന്ധുവായിട്ടുള്ള അഗസ്റ്റിൻ മാഞ്ഞൂരാൻ്റെ ബന്ധുവായിട്ടുള്ള ഈ ആൻ്റണി ഈ വീട്ടിലേക്ക് വരുന്നു. ആൻ്റണിക്ക് പുറത്തേക്ക് പോകണം. അതിനുവേണ്ടി മുംബൈ വഴിയുള്ള ഒരു ഏജന്റിനെ ഇയാൾ സമീപിച്ചിട്ടുണ്ട്. വിദേശത്തെന്ന് പറയുമ്പോൾ മുംബൈയിലുള്ള ഏജന്റ് റെഡിയാക്കി കൊടുത്തിരിക്കുന്നത് സൗദിയിലേക്കാണ്. സൗദിയിൽ പോകാനുള്ള വിസ അയാൾക്ക് റെഡിയാക്കി കൊടുക്കാമെന്നാണ് മുംബൈയിലെ ഏജന്റ് പറഞ്ഞിരിക്കുന്നത്. അതിന് കുറച്ച് തുക ആവശ്യമുണ്ട്. ഏജന്റിന് പണം നൽകാൻ സാധിക്കണം. ഇതാണ് ആൻ്റണിയുടെ ഒരു ആവശ്യം. വലിയ കുടുംബത്തിലെ ഈ ബന്ധുവാണെങ്കിൽ കൂടി ആൻ്റണി വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഈ ആൻ്റണിയെ ആ വീട്ടിൽ ഒരാൾ സഹായിക്കാറുണ്ട്. കൊച്ചുറാണി എന്ന് പറയുന്ന അഗസ്റ്റിൻ മാഞ്ഞൂരാൻ്റെ സഹോദരിയാണ് ഈ ആൻ്റണിയെ സഹായിക്കാറുള്ളത്. ഈ സഹായം എന്ന് പറയുന്നത് രഹസ്യമാണ്. കുടുംബത്തിലെ മറ്റാർക്കും ഈ കൊച്ചുറാണി ഈ ആൻ്റണിയെ സഹായിക്കുന്നു എന്നൊരു വിവരമില്ല. ആൻ്റണിക്ക് ഭാര്യയുണ്ട്, ജമ്മ, ഒരു മകനുണ്ട്. ഇത്രയാണ് ആൻ്റണിയുടെ കുടുംബം. അങ്ങനെ പുറത്തേക്ക് പോകാൻ സഹായിക്കാം എന്ന് ഈ പറയുന്ന കൊച്ചുറാണി പറഞ്ഞതുകൊണ്ട് ആൻ്റണി അന്നേ ദിവസം ആ വീട്ടിൽ വന്നു. ആ വീട്ടിൽ വന്നപ്പോൾ ഈ അഗസ്റ്റിൻ മാഞ്ഞൂരാൻ്റെ മറ്റ് ഈ കുടുംബാംഗങ്ങളും കൂടെ സിനിമ കാണാൻ പോവുകയാണ്. ആൻ്റണി വന്നത് അവർ കണ്ടു. ആൻ്റണിക്ക് ഏത് സമയവും അവിടെ വരാൻ സാധിക്കും. അത്ര വലിയൊരു സൗഹൃദം അവിടെയുണ്ട്. ആൻ്റണി ഒരു ആലുവ നഗരസഭയിലെ ഒരു താൽക്കാലിക ജീവനക്കാരനാണെങ്കിലും അതിനപ്പുറം ഒരു വീട്ടിലേക്ക് വരാനുള്ള ഒരു സ്വാതന്ത്ര്യമൊക്കെ ഈ അഗസ്റ്റിൻ മാഞ്ഞൂരാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവർ പുറത്തു പോയതിന് ശേഷം ഈ അമ്മ ക്ലാര കിച്ചണിലേക്ക് പോവുകയുണ്ടായി. കൊച്ചുറാണിയുമായി ഈ ആൻ്റണി സംസാരിച്ചു. ഞാൻ ഈ പറയുന്നത് പോലീസിൻ്റെ കുറ്റപത്രമാണ്, പോലീസ് ഉണ്ടാക്കിയെടുത്ത കുറ്റപത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയതാണ്. ഇതാണ് പോലീസിൻ്റെ കഥ. അപ്പോൾ കൊച്ചുറാണിയുമായി സംസാരിച്ചപ്പോൾ കൊച്ചുറാണിയും ഈ ആൻ്റണിയുമായി തർക്കത്തിലായി. കൊച്ചുറാണി പണം കൊടുക്കാൻ തയ്യാറല്ല. ആൻ്റണിക്കാണെങ്കിൽ പണം വേണം താനും. മുംബൈയിലെ ഏജന്റിന് കൊടുത്താലേ സൗദിയിലേക്ക് പോകാൻ
സാധിക്കുകയുള്ളൂ. ആ തർക്കത്തിനിടെ ഈ കൊച്ചുറാണിയെ ആന്റണി വെട്ടി കൊലപ്പെടുത്തി. ഇത് കേട്ട് അവിടേക്ക് ഓടിയെത്തിയ ക്ലാരയെ ഈ ആന്റണി കോടാലി കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി. ഇതിനുശേഷം ഈ ക്ലാരയുടെ മൃതശരീരം വലിച്ച് അടുക്കള ഭാഗത്തേക്ക്, കിച്ചൻ്റെ ഭാഗത്തേക്ക് കൊണ്ടിട്ടു. അതുപോലെ തന്നെ കൊച്ചുറാണിയെ എടുത്ത് കിച്ചൻ്റെ കതകിൽ തൂക്കിക്കൊല്ലുന്ന രീതിയിൽ ഇട്ടു. ഇതാണ് ആദ്യത്തെ എപ്പിസോഡ്. പോലീസിൻ്റെയാണ്, ഞാൻ പറഞ്ഞു എന്നല്ല, പോലീസിൻ്റെ കണ്ടെത്തലാണ്. ഇതിനുശേഷം ഈ വീടിനുള്ളിൽ ഈ ആന്റണി ഒളിച്ചു നിന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 പേരെ കൊലപ്പെടുത്തി കഴിഞ്ഞിട്ട് താൻ പോയി കഴിഞ്ഞാൽ താനാണ് ഈ കൊല ചെയ്തതെന്ന് അഗസ്റ്റിൻ മാഞ്ഞൂരാന് മനസ്സിലാകും. അപ്പോൾ അഗസ്റ്റിൻ മാഞ്ഞൂരാൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് താൻ പിടിക്കപ്പെടും. അത് ഒഴിവാക്കാൻ വേണ്ടി കോടാലിയുമായി ഒളിച്ചിരുന്ന സമയത്ത് രാത്രി 12 മണിക്ക് ശേഷം ഈ അഗസ്റ്റിൻ മാഞ്ഞൂരാനും ഭാര്യ ബേബിയും ജസ്മോനും ദിവ്യയും കൂടി ഈ വീട്ടിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഈ വീടിൻ്റെ മുൻവശത്തെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അകത്തേക്ക് കയറിയ ജസ്മോനെ ആദ്യം തന്നെ വെട്ടി. പോലീസ് ഈ ബോഡിയുടെ രീതിയും അങ്ങനെയായിരുന്നു. ജസ്മോനാണ് ആദ്യം അവിടെ കിടക്കുന്നത്, കയറി ചെല്ലുമ്പോൾ ആദ്യം അവിടെ കിടക്കുന്നത്. പിന്നാലെ അഗസ്റ്റിൻ മാഞ്ഞൂരാനെയും ബേബിയെയും ആക്രമിച്ചു. അതിനുശേഷം ദിവ്യയെ മുടുക്കി കുത്തിപ്പിടിച്ച് വലിച്ച് ആ കുട്ടിയെ വെട്ടി കൊലപ്പെടുത്തി. ഇതിനുശേഷം ഈ മൃതശരീരമെല്ലാം ഓരോ ഭാഗത്ത് കൊണ്ടിട്ടു. ഈ സ്റ്റോർ റൂമിന് ഇപ്പുറത്തെ സൈഡിൽ ആണ് ഈ ഇദ്ദേഹത്തിൻ്റെ ബോഡി ഉണ്ടായിരുന്നത്, അഗസ്റ്റിൻ മാഞ്ഞൂരാൻ്റെ. അതുപോലെ തന്നെ ബേബിയുടെ മൃതശരീരം അവിടെ റൂമിൻ്റെ ഭാഗത്തും ഉണ്ടായിരുന്നു. ദിവ്യയുടെ മൃതശരീരം അവിടെ ഒരു ഓരത്ത് കിടക്കുകയായിരുന്നു. ഇങ്ങനെയാണ് ഈ കൊലപാതകമൊക്കെ നടത്തിയ ആന്റണി ഈ വീട്ടിൽ നിന്നും തനിക്ക് ആവശ്യമുള്ള പണം എടുത്ത് അവിടെ നിന്നും കടന്നുപോയി. ഇതാണ് പോലീസ് കണ്ടെത്തിയ ഒരു കാര്യം. അതിനുശേഷം പോലീസ് അന്വേഷിച്ചു, കാര്യമായ അന്വേഷണം നടത്തി. ഒരുപാട് ഈ അഗസ്റ്റിൻ മാഞ്ഞൂരാൻ്റെ ശത്രുക്കളെയൊക്കെ കണ്ടെത്തി. ഈ മാഞ്ഞൂരാൻ ഹാർഡ്വെയർസിൻ്റെ ഉടമയാണ് അഗസ്റ്റിൻ മാഞ്ഞൂരാൻ. വലിയ രീതിയിൽ ബിസിനസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇളയ സഹോദരന് മഞ്ഞപ്പിത്തം വെച്ച് വന്ന് മരണപ്പെട്ടതാണ്. അതിനുശേഷമാണ് അമ്മയ്ക്ക് കാവലായി ഈ വീട്ടിലേക്ക്, മാഞ്ഞൂരാൻ്റെ തറവാട്ടിലേക്ക് അവർ താമസം മാറുന്നത്. അങ്ങനെ ഈ ഇദ്ദേഹം അവിടെ നിന്നും കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ ഈ ശത്രുക്കളായിട്ടുള്ള ആരൊക്കെയുണ്ട്, ഇവരൊക്കെ തമ്മിൽ ഈ സ്വത്ത് തർക്കം നിലനിൽക്കുന്നുണ്ട്. നിരവധി ബന്ധുക്കളുണ്ട്, അതുപോലെ ഇവർ സഹോദരങ്ങൾ ഉണ്ട് കുറേ. അപ്പോൾ ഇവരൊക്കെ തമ്മിൽ തർക്കങ്ങൾ ഉള്ളതുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പോലീസ് ഒരു പട്ടിക തയ്യാറാക്കി. ആ പട്ടികയിൽ ഓരോരുത്തരെയായി പോലീസ് ചോദ്യം ചെയ്ത് തുടങ്ങി. അങ്ങനെ ഓരോരുത്തരെ ചോദ്യം ചെയ്ത് ഇങ്ങനെ അന്വേഷണം ദിവസങ്ങളോളം നീണ്ടു. അങ്ങനെ ദിവസങ്ങളോളം ഈ അന്വേഷണം നീണ്ടപ്പോൾ ഈ പോലീസ് കണ്ടെത്തിയ ഒരു കാര്യം, ഈ അഗസ്റ്റിൻ മാഞ്ഞൂരാൻ്റെ ബന്ധുവായിട്ടുള്ള, ആ വീട്ടിൽ വരാറുള്ള ആന്റണി സൗദിയിലേക്ക് പോയിരിക്കുന്നു. ഇതാണ് പോലീസ് കണ്ടെത്തിയ ഒരു കാര്യം. പോലീസ് ADGP അടക്കം അന്വേഷിച്ച കേസാണ്. അങ്ങനെ ആന്റണി പോയി എന്നറിഞ്ഞപ്പോൾ ഈ ജനുവരി 6-ാം തീയതി ആന്റണി അയാളുടെ വീട്ടിലുണ്ടായിരുന്നു എന്ന അന്വേഷണം പോലീസ് നടത്തുമ്പോൾ ഭാര്യയായിട്ടുള്ള ജെമ്മ പറഞ്ഞു, അന്നേ ദിവസം ആന്റണി അവിടെ വന്നിട്ടില്ല, ഇതുപോലെ പുറത്തു പോകാനുള്ള ആവശ്യവുമായി ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. അതോടെ പോലീസ് ഉറപ്പിക്കുകയാണ് ഈ കൊലപാതകത്തിൻ്റെ കാരണക്കാരൻ ആന്റണിയാണെന്ന് പോലീസ് ഉറപ്പിക്കുകയാണ്. പിന്നീടുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, അന്ന് ഈ സൗദിയും ഇന്ത്യയും തമ്മിൽ കുറ്റവാളികളെ കൈമാറാനുള്ള ഉടമ്പടികൾ ഒന്നും തന്നെയില്ല. കുറ്റവാളികളെ പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനൊന്നും സൗദിയും ഇന്ത്യയുമായി തമ്മിൽ പറ്റില്ല. ആന്റണി ഉള്ളതും സൗദിയിലാണ്. അങ്ങനെയാണ് പോലീസിൻ്റെ അടുത്ത ഒരു തന്ത്രം ഇറക്കുന്നത്. പോലീസ് ആലുവയിൽ ഒരു രഹസ്യമായ ഒരു കോംപ്ലക്സ് ഒരു വ്യവസായിയിൽ നിന്നും വാടകയ്ക്ക് എടുക്കുന്നു. അവിടെ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ റൂം തയ്യാറാക്കി. അവിടെ പോലീസ് ഈ ആന്റണിയുടെ ഭാര്യയെ രഹസ്യമായി എത്തിച്ച ശേഷം ഇവരെ കൊണ്ട് ആന്റണിയുമായി കോണ്ടാക്ട് ചെയ്യിച്ചു. അന്ന് മൊബൈൽ ഫോണുകളൊന്നും ഇല്ലല്ലോ, കാര്യമായില്ല. അങ്ങനെ ഈ ആന്റണിയുമായി ഇവരെ കൊണ്ട് പോലീസ് പറയുന്നത് മാത്രം സംസാരിപ്പിച്ചു. പോലീസ് ഓരോ കാര്യങ്ങൾ പറയും, അതിനപ്പുറം ഒരു വാക്ക് പോലും ഈ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീ മിണ്ടാൻ പാടില്ല. ഇത് മാത്രം പറയണം, ഇവരവിടെ നിന്നും വീട്ടിലേക്ക് പോകണം. അങ്ങനെ ദിവസങ്ങളോളം ഈ പോലീസ് ഇവരെ കൊണ്ട് ചെയ്യിച്ചു. അതിനുമപ്പുറം പോലീസ് ചെയ്ത കാര്യം, പോലീസ് ഇവരെ നിരീക്ഷിച്ചു എന്ന് മാത്രമല്ല, പോലീസിൻ്റെ സർവൈലൻസിലായിരുന്നു എന്ന് മാത്രമല്ല, പോലീസ് ഇവരുടെ വീടിനടുത്തുള്ള, ഇവർക്ക് ആക്സസ് ഉള്ള ISD ഉള്ള ഫോൺ കോളുകളെല്ലാം തന്നെ കട്ട് ചെയ്ത് കളഞ്ഞു.
അതായത് ആന്റണിയുടെ ഫോൺ ഇങ്ങോട്ട് വിളിക്കാൻ ആന്റണി ഇങ്ങോട്ട് വിളിക്കാനും പാടില്ല, ഈ സ്ത്രീ അങ്ങോട്ട് വിളിക്കാനും പാടില്ല. ആ രീതിയിൽ പോലീസ് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ മൊത്തത്തിൽ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ വീട്ടിലുണ്ടെന്നാണ് ഈ സ്ത്രീയെ കൊണ്ട് പറഞ്ഞു വെപ്പിച്ചിരിക്കുന്നത്. ഇതിനുശേഷം ഈ സ്ത്രീയുമായി ഇവർ മുംബൈക്ക് പോയി. ഞാൻ പറഞ്ഞല്ലോ ഈ ചെറിയാൻ, അപ്പോൾ അദ്ദേഹം അടക്കമുള്ള എബ്രഹാം ചെറിയാൻ DYSP, അദ്ദേഹം അടക്കമുള്ളവരാണ് ഈ മുംബൈക്ക് പോകുന്നത്. അവിടെ ഈ ഏജന്റിനെ ഇവർ കണ്ടെത്തുന്നു, അതായത് ആന്റണിയെ കയറ്റിവിട്ട ഏജന്റിനെ കണ്ടെത്തുന്നു. ഏജന്റുമായി രഹസ്യമായി ഏജന്റിനെ കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഏജന്റിനെ കൊണ്ട് സൗദിയിലെ ഏജന്റിനെ വിളിപ്പിക്കുന്നു. സൗദിയിലെ ഏജന്റിനോട് പറയുന്നത് ഇവിടെ വലിയ പ്രശ്നങ്ങളാണ്, ആന്റണിയുടെ വീട്ടിൽ വലിയ കുഴപ്പങ്ങളാണ്, എത്രയും പെട്ടെന്ന് ആന്റണിയെ ഒന്ന് കയറ്റി വിടണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെ ആന്റണിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവിടെ നിന്നും സൗദിയിൽ നിന്നും ആന്റണിയെ മുംബൈക്ക് കയറ്റിവിട്ടു. ഡയറക്റ്റ് ഫ്ലൈറ്റ് അല്ലായിരുന്നു, മുംബൈക്ക് കയറ്റിവിട്ടു. മുംബൈയിൽ നിന്നും ഈ പറയുന്ന DYSP അദ്ദേഹത്തെ എബ്രഹാം ചെറിയാൻ ഈ ആന്റണിയെ അറസ്റ്റ് ചെയ്ത് നേരെ തിരുവനന്തപുരത്ത് കൊണ്ടുവരുന്നു. തിരുവനന്തപുരത്ത് നിന്നും നേരെ എറണാകുളത്തേക്ക് കൊണ്ടുവരുന്നു. അവിടെ നിന്ന് ആന്റണി ആരും കണ്ടിട്ടില്ല. കേരള പോലീസ് ഇങ്ങനെ ആന്റണിയെ പിടികൂടിയിട്ടുണ്ട് എന്നുള്ള പത്രത്തിൽ സ്കൂപ്പ് വരുന്നതല്ലാതെ യാതൊരു വിവരവും ഇല്ല. എങ്ങോട്ട് കൊണ്ടുപോയെന്ന് ആരും കണ്ടിട്ടില്ല, ഒരു ഫോട്ടോ പോലും ഇല്ല. ഫെബ്രുവരി 11-ാം തീയതിയാണ് ആന്റണിയെ അവരുടെ കയ്യിൽ കിട്ടുന്നത്, പോലീസിൻ്റെ കയ്യിൽ കിട്ടുന്നത്. അവിടെ നിന്നും ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് പോയി ആന്റണിയെ ദിവസങ്ങളോളം ഇവർ ചോദ്യം ചെയ്തു. ഫെബ്രുവരി 18-ാം തീയതി 2001 ഫെബ്രുവരി 18-ാം തീയതി പോലീസ് ആന്റണിയെ ജനങ്ങൾക്ക്, മാധ്യമങ്ങൾക്ക്, പത്രങ്ങൾക്ക് മുന്നിലായി കൊണ്ടുവന്നു. ഇതാ ആന്റണിയെ ഞങ്ങൾ പിടികൂടിയിരിക്കുന്നു, ആലുവ കൊലക്കേസിലെ പ്രതി ഇദ്ദേഹമാണ് എന്ന് പറഞ്ഞു, ഇദ്ദേഹമാണ് ചെയ്തത് എന്ന് പറഞ്ഞു. ആന്റണി കുറ്റം സമ്മതിക്കുന്ന രീതിയിൽ നിൽക്കുകയും ചെയ്തു. ആന്റണിയുമായിട്ട് തെളിവെടുപ്പ് നടത്തി. ആന്റണിക്ക് എതിരെ ഫിംഗർ പ്രിന്റുകൾ പോലീസ് കോടതിയിൽ കൊണ്ടുവരാൻ വേണ്ടി ഫിംഗർ പ്രിന്റുകൾ കണ്ടെത്തി. തെളിവുകൾ എല്ലാം തന്നെ തയ്യാറാണ്. പ്രതി കുറ്റവും സമ്മതിച്ചിരിക്കുന്നു. ഇതാണ് ഉണ്ടായിരിക്കുന്ന ആ സമയത്തെ ഒരു പ്രശ്നം. ബേബിയുടെ ബന്ധുക്കൾ, അതായത് അഗസ്റ്റിൻ മാഞ്ഞൂരാൻ്റെ ഭാര്യയായിട്ടുള്ള ബേബിയുടെ ബന്ധുക്കൾ ഈ കഥ അംഗീകരിക്കാൻ തയ്യാറായില്ല. അവർ പറഞ്ഞു, ഒരു കാരണവശാലും ആന്റണി ഇത് ചെയ്യണമെങ്കിൽ ആന്റണിക്കൊപ്പം ആളുണ്ടാകണം, പക്ഷേ ആന്റണിയെ ഇതുകൊണ്ട് ചെയ്യിക്കാൻ ആളുണ്ട്. അവർ കുറേ പേരുകൾ വിളിച്ചു പറഞ്ഞു. അതായത് അഗസ്റ്റിൻ മാഞ്ഞൂരാൻ്റെ ശത്രുക്കളുടെ പേരുകൾ ഈ ബേബിയുടെ ബന്ധുക്കൾ വിളിച്ചു പറഞ്ഞു. ഇവരെയൊക്കെ തങ്ങൾക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞ് അവർ പ്രശ്നമുണ്ടാക്കി. അങ്ങനെ സർക്കാർ ഇതെടുത്ത് ക്രൈംബ്രാഞ്ചിൽ വിട്ടു. ക്രൈംബ്രാഞ്ച് കുറച്ച് ദിവസങ്ങൾ മാത്രം ഈ കേസ് അന്വേഷിച്ചു. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച ശേഷം ക്രൈംബ്രാഞ്ചും ഈ കഥ ശരിയാണെന്ന് പറഞ്ഞു. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോൾ ഫിംഗർ പ്രിൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ പ്രതി ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല എന്ന ഭാര്യയുടെ മൊഴിയുണ്ട്. അതുപോലെ തന്നെ പ്രതി ഈ കൃത്യത്തിന് ശേഷം പെട്ടെന്ന് തന്നെ രാജ്യം വിടുകയും ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഇത് കുറ്റം ശരിയാണെന്ന് പറഞ്ഞു. ബേബിയുടെ കുടുംബം അതും സമ്മതിച്ചില്ല. അവർ CBIക്ക് പോയി. അങ്ങനെ CBI അന്വേഷണം വന്നു. 2004 അവസാനത്തോടു കൂടി CBIയും ഇത് അംഗീകരിച്ചു കൊടുത്തു. ഇത് ആന്റണി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒറ്റയ്ക്ക് ആന്റണി ഈ കൃത്യമെല്ലാം തന്നെ ചെയ്തിരിക്കുന്നു. അന്ന് ഈ സംശയം വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വന്നു കയറിയതിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഓടി രക്ഷപ്പെടാൻ അന്ന് സാധിക്കുമായിരുന്നു. കാര്യം ആന്റണി പുറത്തു നിന്ന് ആരെയും ലോക്ക് ചെയ്തിട്ടില്ല. എല്ലാവരും അകത്ത് കയറിയ ശേഷം ആന്റണിയെ അകത്ത് നിന്നും ലോക്ക് ചെയ്ത് ഇവരെ കൂട്ടത്തോടിട്ട് ഓടിച്ചിട്ട് ആക്രമിക്കുകയായിരുന്നില്ല. അവിടുത്തെ രംഗം അങ്ങനെയാണ്. ഈ വാതിൽ തുറന്നു തന്നെ കിടക്കുകയായിരുന്നു. അങ്ങനെ ഇതിന് ശേഷം CBIയാണ് അവസാനം കുറ്റപത്രം സമർപ്പിച്ചത്. അവരുടെ അന്വേഷണ റിപ്പോർട്ട് ഈ പറയുന്ന പോലീസിൻ്റെയും ക്രൈംബ്രാഞ്ചിൻ്റെയും റിപ്പോർട്ട് തന്നെയായിരുന്നു. ജസ്റ്റിസ് കമാൽ പാഷ, അദ്ദേഹമായിരുന്നു അന്ന് CBIയുടെ ജഡ്ജി. അദ്ദേഹം ഈ ആന്റണിക്ക് വധശിക്ഷ വിധിച്ചു. അങ്ങനെ ആന്റണി നേരെ ജയിലിലേക്ക് അയക്കപ്പെട്ടു. അന്ന് മുതൽ ഈ ആന്റണി പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഏകാന്ത തടവിലാണ്. അങ്ങനെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഈ ആന്റണി തടവിൽ കഴിയവേ ആന്റണിക്ക് നിയമസഹായമൊക്കെ ലഭിക്കുന്നുണ്ടായിരുന്നു. ചില ഏജൻസികളെ ചില സന്നദ്ധ സംഘടനകൾ ഈ ആന്റണിയെ സഹായിക്കാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നു. കാരണം അന്നത്തെ ഒരു പ്രധാനപ്പെട്ട കഥ, ഈ ആന്റണി ഒറ്റയ്ക്ക് ഇത് ചെയ്യില്ല, ആന്റണി ആവാൻ സാധ്യതയില്ല എന്നൊക്കെയുള്ള കഥകൾ വന്നതുകൊണ്ട് ആന്റണിക്ക് സഹായമായിട്ട് ചില സന്നദ്ധ സംഘടനകളൊക്കെ വന്നു. അവർ സുപ്രീം കോടതിയിലേക്ക് പോയി. സുപ്രീം കോടതി പക്ഷേ ആന്റണിയുടെ വധശിക്ഷ, കീഴ്ക്കോടതിയുടെ ശിക്ഷാവിധി ശരിവെച്ചു കൊടുത്തു. ആന്റണിയെ തൂക്കിലേറ്റപ്പെടേണ്ടവൻ തന്നെയാണെന്ന് സുപ്രീം കോടതിയും വിധിച്ചു. അങ്ങനെ ഒടുവിൽ ഇതിലൊന്നും രക്ഷയില്ല എന്ന് കണ്ടെത്തിയ ആന്റണി രാഷ്ട്രപതിക്ക് മുമ്പാകെ 2010 ദയാഹർജി സമർപ്പിച്ചു. 5 വർഷം ഈ ദയാഹർജി രാഷ്ട്രപതിയുടെ മുമ്പിൽ കിടന്നു.
രാഷ്ട്രപതി അപ്പോഴൊന്നും ഇത് പരിഗണിച്ചില്ല. 2015 ഇതെല്ലാം പരിശോധിച്ച രാഷ്ട്രപതി ആന്റണിയുടെ വധശിക്ഷ ശരിയാണെന്ന് പ്രഖ്യാപിച്ചു, ശരിയാണെന്ന് വെച്ചു കൊടുത്തു. അതോടുകൂടി പൂജപ്പുര സെൻട്രൽ ജയിലിൽ ആന്റണിയെ തൂക്കിലേറ്റാനുള്ള തീരുമാനമായി. പൂജപ്പുര സെൻട്രൽ ജയിലിൽ ആന്റണിക്ക് വേണ്ടി കയറ് വരെ തയ്യാറായി. കയറ് തയ്യാറായി എന്ന് മാത്രമല്ല, ആന്റണിയെ തൂക്കിലേറ്റാനുള്ളവ ആരാച്ചാർമാരെക്കുള്ള പരിശീലനം കേരളത്തിൽ ആരാച്ചാർമാരെ കിട്ടിയില്ല ആന്റണിയെ തൂക്കാൻ. പകരം തമിഴ്നാട്ടിൽ നിന്ന് ആരാച്ചാർമാരെ കൊണ്ടുവരാൻ പോലീസ് തീരുമാനിച്ചു. അങ്ങനെ തമിഴ്നാട്ടിൽ ആരാച്ചാർമാർക്ക് അന്ന് പരിശീലനം കൊടുത്തു. അങ്ങനെ ആന്റണിയെ തൂക്കിലേറ്റാനുള്ള എല്ലാ കാര്യങ്ങളും നടപ്പാക്കിക്കൊണ്ടിരിക്കെ അതിന് മുമ്പ് ജസ്റ്റിസ് RM ലോധ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അന്നത്തെ. അദ്ദേഹത്തിൻ്റെ ഒരു വിധി ഉണ്ടായിരുന്നു മറ്റൊരു കേസിൽ. ഈ പുനഃപരിശോധന ഹർജികൾ വരികയാണെങ്കിൽ അത് പരിഗണിക്കേണ്ടത് ഓപ്പൺ കോർട്ടിലാണ് എന്നുള്ള ഒരു വിധിന്യായം 2014 അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2015 ആന്റണിക്ക് വധശിക്ഷ ശരിവെച്ചു കൊടുക്കുന്നത്. 2014 ഈ വിധിന്യായത്തെ സന്നദ്ധ സംഘടനകൾ കയറി പിടിച്ചു. അതായത് 2014 പരമോന്നത കോടതി പറഞ്ഞിട്ടുണ്ട് പുനഃപരിശോധന ഹർജി വരികയാണെങ്കിൽ അത് പരിഗണിക്കേണ്ടത് ഓപ്പൺ കോർട്ടിലാണെന്ന്. അങ്ങനെയിരിക്കെ അത് അങ്ങനെയുള്ള 2014 കാര്യം ഇരിക്കെ 2015 ആന്റണിക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. സോ ഈ കേസ് വീണ്ടും പരിഗണിക്കേണ്ടതാണ് എന്നൊരാവശ്യവുമായി വീണ്ടും ഇവർ സുപ്രീം കോടതിയിലേക്ക് വന്നു. അങ്ങനെ അതിനുശേഷമുള്ള ഈ കേസ് പരിഗണിക്കുന്നത് 2016 ജസ്റ്റിസ് ദീപക് മിശ്ര ഈ കേസ് പരിഗണിച്ചു. അദ്ദേഹം ഈ കേസ് ഓപ്പൺ കോർട്ടിലേക്ക് വിട്ടു. ഇത് ഓപ്പൺ കോർട്ടിൽ ഇയാളുടെ പുനഃപരിശോധനാ ഹർജി ഓപ്പൺ കോർട്ടിൽ പരിശോധിക്കാൻ പറഞ്ഞു. 2018 ജസ്റ്റിസ് മദൻ P ലാക്കൂർ ഇത് തുറന്ന കോടതിയിൽ പരിശോധിച്ചു. അങ്ങനെ ആന്റണിയുടെ വധശിക്ഷ 2018 അത് റദ്ദാക്കി, ജീവപര്യന്തമാക്കി കൊടുത്തു. വധശിക്ഷ റദ്ദാക്കിക്കൊണ്ട് ജീവപര്യന്തമായി കൊടുത്തു. എന്നിട്ടും ഈ ആന്റണിക്ക് പരോൾ പോലും ലഭിക്കുകയുണ്ടായില്ല. ജസ്റ്റിസ് ഫോർ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന ഒരു സംഘടന നിരന്തരം ഈ ആന്റണിക്ക് വേണ്ടി പോരാടി. അങ്ങനെ വർഷങ്ങളോളം ആന്റണി ഏതാണ്ട് വർഷങ്ങളായി കിടക്കുകയാണ്. 13 വർഷം 2018 വരെ ആന്റണിക്ക് ഈ പറയുന്ന പോലെ ഏകാന്ത തടവായിരുന്നു. അതിനുശേഷമാണ് മനുഷ്യത്വ ലംഘനമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോടതി ന്യായങ്ങളൊക്കെ വരികയും ഈ വധശിക്ഷയ്ക്ക് വിധിക്കുന്നവരെ എല്ലാത്തിനെയും കൂടെ പിടിച്ച് ഈ ഏകാന്ത തടവിൽ ഇടേണ്ട കാര്യമില്ല, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് മാത്രം ഇത് ചെയ്താൽ മതി, അതായത് രാഷ്ട്രപതി വരെ ഇത് തള്ളിക്കളഞ്ഞ ശേഷം മാത്രം ഇത് ചെയ്താൽ മതി എന്ന കാര്യമൊക്കെ വന്നത്. അങ്ങനെ വർഷങ്ങളോളം കിടന്നു. സർക്കാർ അതിശക്തമായി പരോളിനെ എതിർക്കുന്നുണ്ടായിരുന്നു. മാറി മാറി വന്ന എല്ലാ ഭരണ സംവിധാനങ്ങളും ആന്റണി പുറത്തു വരണ്ട എന്നുള്ള ഒരു തീരുമാനമാർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ഒടുവിൽ എല്ലാവരുടെയും പോരാട്ടം, അതായത് ജസ്റ്റിസ് ഫോർ ഫ്രട്ടേണിറ്റിയുടെ പോരാട്ട പ്രകാരം 2022 ആദ്യമായി ഈ ആന്റണിക്ക് 33 ദിവസത്തെ പരോളാണ് ഈ ആന്റണിക്ക് അനുവദിച്ചു കൊടുത്തത്. 33 ദിവസം. ആ 33 ദിവസത്തെ പരോളിനും ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ 3 ദിവസം യാത്രയ്ക്കാണ്. അതായത് സ്വന്തം വീട്ടിൽ പോയി തിരിച്ചു വരാനുള്ള യാത്ര, അത് 3 ദിവസം ഇതിൽ പരിഗണിക്കപ്പെടും. ബാക്കി 30 ദിവസമാണ് ആന്റണിക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പരോൾ ലഭിച്ചു. രാത്രിയിൽ ഗുരുവായൂർ ഇന്റർസിറ്റിയിൽ കയറിയ ആന്റണി ആദ്യമായിട്ട് ആലുവ കണ്ടു എന്നാണ് കഥ. പക്ഷെ ആലുവയിൽ ആരും അയാളെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല, നമുക്ക് അറിയില്ല. കാര്യം അയാളുടെ ഭാര്യയും കുഞ്ഞുമൊക്കെ അതിന് മുമ്പ് തന്നെ സ്ഥലം വിട്ടിരുന്നു, തമിഴ്നാട്ടിലേക്ക്. ഒരു അധ്യാപികയായി. അതെ, അവർ പൊക്കളഞ്ഞു, അവരൊക്കെ സ്ഥലം വിട്ടിരുന്നു. അങ്ങനെ 2022 പരോളിന് ശേഷം പിന്നീട് ഇയാളുടെ ശിക്ഷാവിധി, അതായത് ജീവപര്യന്തം എന്നുള്ളത് പൂർണ്ണമായി എന്ന അർത്ഥത്തിൽ കഴിഞ്ഞ കുറേ കാലത്തിന് മുമ്പ് ഇയാളെ തുറന്നു വിട്ടു, കുറ്റവിമുക്തനാക്കി പറഞ്ഞു വിട്ടു. ആന്റണി കുറ്റവിമുക്തനായി എന്ന് ആരും അറിഞ്ഞില്ല. ആന്റണി കുറ്റവിമുക്തനായെന്നോ ജയിൽ മോചിതനായെന്നോ ആന്റണി എവിടെയാണെന്നോ കണ്ടെത്താൻ പിന്നീട് ആരുടെയും മുന്നിലേക്ക് വരാൻ ആന്റണി തയ്യാറായില്ല. ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട സംശയം, അന്നു മുതൽ ഇന്ന് വരെയുമുള്ള സംശയം, ഈ പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഫിംഗർ പ്രിന്റ് പോലീസിന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ചില കേസുകളിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ തന്നെ ഒരു കേസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, ചെരുപ്പൊക്കെ കൊണ്ടിട്ട കഥ. അതുപോലെ തന്നെ ഒരാളെ കൊണ്ടുവന്ന് തെളിവെടുപ്പിനിടെ പിടിപ്പിച്ചിട്ട് പിന്നീട് വേണമെങ്കിൽ ഫിംഗർ പ്രിന്റ് എടുക്കാവുന്നേ ഉള്ളൂ പോലീസിന്. അങ്ങനെയുള്ള ഒരുപാട് കളികൾ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, എന്തിനാണ് ഈ അമ്പൊക്കെ വരച്ചു വെച്ചത്? അതായത് ഈ പറയുന്ന അഗസ്റ്റിൻ മാഞ്ഞൂരാനും അതുപോലെ തന്നെ അയാളുടെ ഭാര്യ ബേബിയും കിടക്കുന്നതിന് ഇപ്പുറത്ത് 2 അമ്പുകൾ വരച്ചു വെച്ചിട്ടുണ്ട്. രാക്ഷസരാജാവ് സിനിമയ്ക്കകത്ത് മോസി, അതെ 2 അമ്പുകൾ ഉണ്ടായിരുന്നു. മോസി വരുന്ന മറ്റൊരു പടത്തിലല്ലേ, മറ്റൊരു CBI-ക്കകത്താണ് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ 2 അമ്പുകൾ
ഇവർക്ക് ഇടയിൽ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇവരെ എല്ലാവരെയും കൊലപ്പെടുത്തി. മറ്റൊരു കാര്യം, എന്തിനാണ് എടുത്ത് തൂക്കിയത് എന്നുള്ളൊരു കാര്യമുണ്ട്. കൊച്ചുറാണിയെ എടുത്ത് തൂക്കിയത്, അതിന് പോലീസ് പറഞ്ഞ ഉത്തരം കൊച്ചുറാണിയോടായിരുന്നു ഏറ്റവും വലിയ പക ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കൊച്ചുറാണിയെ ഏറ്റവും ക്രൂരമായി കൊലപ്പെടുത്തിയതെന്നാണ്. പിന്നീട് പണം അപഹരിച്ചപ്പോൾ എല്ലാം പോകാമെന്നിരിക്കെ കുറച്ച് മാത്രം കൊണ്ടുപോയത് എന്തിനാണ്? ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ സംശയം ജനിപ്പിക്കുന്നതായിട്ട് അന്നും ഇന്നും 25 വർഷമായിട്ടും ഇതിലൊന്നും ഉത്തരമല്ല. പുറത്തിറങ്ങുമ്പോഴോ പരോളിന് വന്നപ്പോഴോ ആന്റണി ആരോടും താൻ നിരപരാധിയാണെന്നോ അല്ലെ തനിക്ക് സംഭവിച്ച ഇന്ന കാര്യങ്ങളാണെന്നോ പറയാൻ എവിടെയും ആന്റണി വന്നിട്ടുമില്ല. എവിടെയും അങ്ങനൊരു സാധനം കാണാനും സാധിക്കുന്നില്ല. ഇതാണ് ആലുവ കൂട്ടക്കൊലക്കേസ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ 70 വർഷത്തോളം പഴക്കമുള്ള ഈ മാഞ്ഞൂരാൻ തറവാട് ഇടിച്ച് പൊളിക്കുകയും അതിപ്പോൾ ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ആയി മാറുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ അന്ന് ലക്ഷങ്ങളുടെ നിക്ഷേപവും ഉണ്ടായിരുന്നു, കോടികളായി. അത് ഏറ്റെടുക്കാൻ അവകാശികളാരും ഇല്ല എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു. അന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട കഥ, ഈ ബംഗ്ലാവിന്റെ മുന്നിലൂടെ പോകുമ്പോൾ ഉച്ചത്തിലുള്ള നിലവിളികളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു എന്ന് രാത്രി കാലങ്ങളിൽ ഈ പൈപ്പ് ലൈൻ റോഡിൽ കൂടെ പോകുന്ന പലരും ഇങ്ങനെയുള്ള നിലവിളികൾ കേട്ടിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ദുർമരണങ്ങൾ സംഭവിക്കുന്ന സ്ഥലങ്ങളിൽ പറയുന്ന കഥകളൊക്കെ വന്ന്, അതായത് ഇതിൽ ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള കഥകളും എല്ലാം കൂടെ കയറി വന്ന് ഒരുപാട് കഥകളുടെ ഇതാണ്. ഇതിൽ അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരോ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള പോലീസ് ഉദ്യോഗസ്ഥരോ ആരും തന്നെ ഈ കേസിലെ ആന്റണിയെ ന്യായീകരിക്കാൻ അങ്ങനെ നിൽക്കാറ്. അപൂർവം ചിലരൊക്കെ പറയും, ഇതിലെ സംശയങ്ങളെക്കുറിച്ച് പറയും. ചിലർ പൂർണ്ണമായും ആന്റണി എങ്ങനെ കുറ്റക്കാരനാകും എന്നുള്ളത്, എങ്ങനെയാണ് ആന്റണി ക്രൈം ചെയ്തിരിക്കുന്നത് എന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് പറയും. പോലീസിന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ പറ്റും. പക്ഷേ പൊതുജനത്തിന് ഇപ്പോഴും ഭൂരിഭാഗം പൊതുജനത്തിന് സാമാന്യ യുക്തിക്ക് നിരക്കാത്തതുണ്ടെങ്കിൽ ചോദ്യം ചെയ്യപ്പെടും. അവർക്ക് സംശയം ഇപ്പോഴും ഉണ്ട്. ശരി.